ഒരവസരത്തിൽ 2 സിസ്റ്റേഴ്സ് നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതായി ഞാൻ കണ്ടു. തീവ്രവേദനയാൽ എൻ്റെ ആത്മാവ് കഠിനമായി മുറിപ്പെട്ടു. അവർക്കു വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, മാരകമായ പാപത്തിൽ വീഴാൻ തക്ക അവസ്ഥയിലാണ് ഈ 2 സിസ്റ്റേഴ്സ് എന്ന് മദർ സുപ്പീരിയറിന്റെ അടുത്ത് ചെന്ന് പറയുക. പിറ്റേ ദിവസം ഈ വിവരം ഞാൻ സുപ്പീരിയറിനോട് പറഞ്ഞു. അവരിൽ ഒരാൾ വലിയ തീക്ഷ്ണതയോടെ അനുതപിച്ചു കഴിഞ്ഞിരുന്നു. മറ്റേയാൾ വലിയ ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഭവനത്തിൽ നിന്ന് പോകുകയാണ്. ഇവിടുത്തെ പല കാര്യങ്ങളും എനിക്കിഷ്ടമല്ല. സക്രാരിയിൽ നിന്ന് തിരുവോസ്തി പുറത്തു വന്ന് എൻ്റെ കൈകളിൽ വിശ്രമിച്ചു. അതീവ സന്തോഷത്തോടെ ഞാനത് തിരിച്ച് സക്രാരിയിൽ നിക്ഷേപിച്ചു. രണ്ടാമതും ഇത് തന്നെ ആവർത്തിച്ചു. വീണ്ടും ഞാനത് തിരിച്ചു വെച്ചു. എന്നാൽ മൂന്നാമതും ഇത് തന്നെ സംഭവിച്ചു. എന്നാൽ തിരുവോസ്തി ജീവനുള്ള ഈശോനാഥനായി രൂപാന്തരപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇനി വസിക്കുകയില്ല. അപ്പോൾ ഈശോയുടെ തീവ്രമായ സ്നേഹം എൻ്റെ ആത്മാവിൽ ഉണർന്നു. ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങീ ഭവനം വിട്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈശോ വീണ്ടും അപ്രത്യക്ഷനായി. എൻ്റെ കൈകളിൽ തിരുവോസ്തി മാത്രമായി. വീണ്ടും ഞാനത് കാസയിൽ വെച്ച് സക്രാരിയിൽ വെച്ചടച്ചു. ഈശോ ഞങ്ങളുടെ കൂടെ വസിച്ചു. പരിഹാരമായി 3 ദിവസത്തെ ആരാധന ഞാൻ നടത്തി.